അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അതിൻ്റെ അകത്തൊന്നും ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്, അന്വേഷണത്തിലിരിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കോട്ടയത്ത് 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത ജിസ്മോളുടെ കേസ് എങ്ങും എത്താതെ നിൽക്കുകയാണ്. ഈ ഒരു സംഭവം നടന്നിട്ട് 10 ദിവസത്തോളം ആകാറായി. ഇതുവരെയായിട്ടും ഈ ജിസ്മോളുടെ കുഞ്ഞുങ്ങളെയും കൊന്ന ഈ പറയുന്ന ഘാതകനായിട്ടുള്ള ജിമ്മിയെ പോലീസ് വിളിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഓക്സിജൻ തള്ളയെ വിളിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതുവരെയായിട്ടും ഒരു CCTV ദൃശ്യങ്ങൾ പോലും ശേഖരിക്കുവാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതുമാത്രവുമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെയായിട്ടും എത്തിയിട്ടുമില്ല. എന്താണ് നടക്കുന്നത്? ഈ ഒരു ഹാർഡ് ഫാമർ ചാനലിനെതിരെ നോബിയുടെ കൂട്ടുകാരനൊരു പരാതി കൊടുത്ത അന്ന് തന്നെ ഈ ഹാർഡ് ഫാമർ ചാനലിനെ വിളിച്ചു, അവരോട് റിപ്പോർട്ട് ചോദിച്ചു, പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. എന്തൊക്കെ നിയമങ്ങൾ എവിടെയൊക്കെ നടക്കുന്നു? എന്നാൽ കേരളക്കരയെ ആകെ ഞെട്ടിച്ച ഒരു സംഭവം നടന്നിട്ട് പോലും അതിൻ്റെ കേസ് എങ്ങും എത്തുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ ഈ നിയമം എന്താണ് എന്ന് ചോദിച്ചു പോവുകയാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്നാൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് SHO പറയുന്ന ഒരു കാര്യമുണ്ട്. പുള്ളിക്കാരൻ പറയുന്നത് ഈ കേസ് എങ്ങും എത്തിയില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. 10 ദിവസമായി, എന്നിട്ടും ഈ ഒരു കേസ് എവിടെ എത്തിയില്ല, ഇപ്പോഴും പ്രാരംഭഘട്ടത്തിൽ കിടക്കുന്നേയുള്ളെന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. എന്നാൽ ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും മരണം നടന്ന അന്ന് ഈ പുള്ളിക്കാരൻ കുറേ ബുക്കൊക്കെ നിരത്തി വെച്ച് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഇതുപോലത്തെ പെൺകുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു വർത്തമാനം പറഞ്ഞിരുന്നു. അന്ന് നമ്മൾ വിചാരിച്ചു പുള്ളിക്കാരൻ വലിയ സിൻസിയറായിട്ട് ഈ കാര്യത്തിലൊക്കെ ഈ ഒരു കേസുമായി ഫോളോ അപ്പ് ചെയ്ത് മുമ്പോട്ട് വരും, പെട്ടെന്ന് തന്നെ ഈ പ്രതിയെ പിടിക്കും എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു. എന്നാൽ ഇതെങ്ങും എത്തത്തില്ല. ഈ പുള്ളിക്കാരൻ പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല, എവിടെ എത്തിയിട്ടില്ല. 10 ദിവസമായിട്ടും എങ്ങും എത്തിയിട്ടില്ല. ഇതിലെവിടാണ് ആത്മാർത്ഥതയോട് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അന്ന് പുള്ളിക്കാരൻ വലുതായിട്ട് നീട്ടി വലിച്ച് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞ ഒരാളാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു കേസ് ഒരു കടുകുമണിയുടെ അത്രയും പോലും ഈ കേസ് മുമ്പോട്ട് പോയിട്ടില്ല. ഇപ്പോഴും 10 ദിവസമായിട്ടും ഇങ്ങനെ നിൽക്കുകയാണ്. ചുമ്മാ എന്താ പറയുക, ഒരു FIR വിട്ടിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു കേസിനെ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യണമെന്നൊന്നും ഇവർക്കില്ല. എന്തായാലും ഈ കേരളീയം ന്യൂസുകാർ അവിടെ പോയി ഈ പോലീസ് സ്റ്റേഷനിൽ പോയി പുള്ളിക്കാരുമായിട്ട് ഒരു ചർച്ച ചെയ്തു. കാരണം എല്ലാവരും ഇവരെ വിളിച്ച് ചോദിക്കുകയാണ്, എന്താണ് കേസ്, എവിടെ എത്തിയെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പോയി ഈ പറയുന്ന SHOയോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന കാര്യമാണ്, കേസ് ഇപ്പോഴും ഫോളോ അപ്പ് നടക്കുന്നേ ഉള്ളൂ, പ്രാരംഭഘട്ടത്തിലാണെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്തായാലും പുള്ളിക്കാരൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ട് നോക്കിയേ. നമ്മുടെ ജിസ്മോളുടെ കേസിൻ്റെ ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 194 BNS പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് നടന്നു വരുന്നത്. ഇപ്പോൾ നമ്മൾ നിളയിലൊക്കെ അദ്ദേഹത്തിന് ജിസ്മോളുടെ ഫ്രണ്ടിൻ്റെയൊക്കെ മൊഴി എടുത്തു എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഈ ഇദ്ദേഹത്തെ ഇതുവരെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയും ചെയ്തു? എന്താണ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. അപ്പം അതിനുള്ള ബാക്കിയുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടി ഉണ്ടാകും. സാർ, അവരുടെ വീട്ടിലൊരു CCTV ഉണ്ടല്ലോ, ആ CCTV ഞാൻ പറഞ്ഞല്ലോ, അത് അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ 7-8 ദിവസമേ ഉള്ളൂ. അപ്പോൾ അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇപ്പം നമുക്കൊരു കൺക്ലൂഷനിലെത്തിയോ ഇല്ലെങ്കിൽ ഒരു കാര്യവും പറയാൻ പറ്റാത്ത സോഷ്യൽ മീഡിയ സാർ കാണുന്നുണ്ട്, ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ സത്യം സാറിന് അറിയാമല്ലോ. അല്ല, അത് സൂയിസൈഡായിട്ടാണ് പറഞ്ഞേക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടില്ല, പ്രാഥമികമായിട്ട് വന്നേക്കുന്നത്. അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അതിൻ്റെ അകത്തൊന്നും CCTV ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്, അന്വേഷണത്തിലിരിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കളക്ട് ചെയ്തിരുന്നോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും വരാം. തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി ധാരാളം ആൾക്കാർ ഞങ്ങളെ ഫോൺ ചെയ്യുന്നുണ്ട്, ഈ കാര്യം നിങ്ങളൊന്ന് അന്വേഷിക്കാത്തത് എന്താണ്. കാരണം ഇത് ഞങ്ങളുടെ കണ്ട് ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ രണ്ട് പോലീസ് ഓഫീസർമാരാണെന്നുള്ള ലാക്കിലാണ് ഈ ഞങ്ങൾക്ക് വരുന്ന ഫോൺ കോളുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. ഏതായാലും ഇത്രയും മതി ഞങ്ങൾക്ക്. ഞങ്ങൾ എൻ്റെ ഡെവലപ്മെന്റ്സ് അനുസരിച്ച് ഞങ്ങൾ വീണ്ടും സാറിനെ കാണാം. പുള്ളിക്കാരൻ പറയുന്നു ഇതുവരെയായിട്ടും അത് പ്രാഥമിക ഘട്ടത്തിൽ കിടക്കുന്നേ ഉള്ളെന്നാണ്. ഈ ഒരു കേസൊക്കെ പ്രാഥമിക ഘട്ടത്തിൽ കിടക്കേണ്ട കേസുകളാണോ? എത്രയും പെട്ടെന്ന് തന്നെ CCTV ദൃശ്യങ്ങൾ എടുക്കണം, അതോടൊപ്പം തന്നെ ഇവരെയൊക്കെ ചോദ്യം ചെയ്യണം. ഇതൊക്കെ ചെയ്യണ്ടേ? ഇവിടെ പെൺകുട്ടികളുടെ ജീവിതത്തിന് ഒരു വിലയില്ലേ? ഇവിടെ ഈ പെൺകുട്ടി മരിച്ചിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? മരിക്കുക മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട് ഇരിക്കുകയെ ഇങ്ങനെ ഈ കേസിനെ ഒരു മെല്ലപ്പോക്ക് പോലെ കൊണ്ടുവന്നത് എന്താണ്? കോട്ടയത്ത് തിരുവാതിക്കൽ നടന്ന ആ ഒരു കൊലപാതക കേസ് 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു പ്രതിയെ പിടിച്ചു. അതുപോലൊക്കെ ആയിക്കൂടെ? അതുപോലൊക്കെ ഈ കേസിനെ ഇങ്ങനെ ഫാസ്റ്റാക്കിക്കൂടെ? എന്തിനാണ് ഇത്രമാത്രം ലേറ്റ് ആക്കുന്നത്? ഈ ഒരു കേസൊക്കെ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ സാധാരണപ്പെട്ടവർക്ക് നീതിപീഠത്തോടും ഈ പോലീസിനോടൊക്കെ ഒരു വിശ്വാസമില്ലാതെ വരും. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഫാസ്റ്റ് ആക്കുക എൻ്റെ പൊന്നു പോലീസേ.
ഫാസ്റ്റാക്കുക. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് മെല്ലപ്പോക്കാണ്. നിങ്ങൾ അന്ന് പറഞ്ഞത് എനിക്കുണ്ടായിരുന്ന ഇതുപോലെ പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതുപോലെ സംസാരിച്ച ആളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു കേസിനെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് എടുക്കണ്ടേ? അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് എടുക്കുന്നില്ല? പിന്നെ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഡൗട്ടാണ് ഈ ഒരു വിഷയത്തിൽ. ഇതുപോലെ തന്നെയാണ് ഷൈനയുടെ കേസും. ഇത് ഇങ്ങനെ തന്നെ അങ്ങ് നടക്കുക. അവൻ രക്ഷപ്പെട്ടു വന്നു. ഇതൊക്കെ എന്താണ് ഇവിടെ കുറ്റവാളിക്ക് എന്ത് കിട്ടും ശിക്ഷ? ഇത് തന്നെയാണ് ഇവിടെ ഓരോരുത്തരും ചോദിക്കുന്നത്. ഇവിടെ ഒന്നും നേടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഇവിടെ ആർക്കും ഒരു നീതിയും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇതുവരെയായിട്ടും ഈ ജിസ്മോളുടെ മരണത്തിൽ ഒരു കടുകുമണിയുടെ ഒരു തെളിവ് പോലും ഇവർക്ക് കിട്ടിയിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. കേസ് അത് നടക്കുകയാണ്. 10 ദിവസമല്ല ആയുള്ളൂ, 20 ദിവസമല്ല ആയുള്ളൂ, അല്ലെ 40 ദിവസമല്ല ആയുള്ളൂ. അതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ ചെന്നെത്തുമെന്ന് ഒരു പിടുത്തവും ഇല്ല എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഒരു പിടുത്തവും ഇല്ല. എന്തായാലും ഈ പറയുന്ന ഷൈനിക്കയും മക്കൾക്കും അതോടൊപ്പം തന്നെ ജിസ്മുക്കും മക്കൾക്കും നീതി കിട്ടട്ടെ എന്നാണ് പറയാനുള്ളൂ. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇല്ല എങ്കിൽ ഇതും തേഞ്ഞു മാഞ്ഞ് പോകും. കൊലയാളികളും കുറ്റവാളികളും രക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ഇത് എങ്ങും പോയി ചേരുമെന്നുള്ള കാര്യം എനിക്കതാണ്ടൊക്കെ അങ്ങ് ഡൗട്ടായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും കേരളീയം ന്യൂസുകാരൊക്കെ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ട്. ഈ മറുനാടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്ക്ലൂസീവ് നോക്കിക്കൊണ്ടൊക്കെ പോകും. അവർ ഇതൊന്നും ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരല്ല. ഈ ഹാർട്ട് ഫമർ ആയിക്കോട്ടെ, കേരളീയം ആയിക്കോട്ടെ, അവരൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് അവരുടെ അടുത്ത് ചെന്ന് ആഴമായിട്ട് അവർക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന 2 പേരാണ് ഞാൻ കണ്ടെടുത്തോളം. അവർ ഈ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ എന്തുമായാലും അവരെ പ്രശംസിച്ചേ മതിയാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് ടൈം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ.